നമസ്കാരം. ആശീർവാദ് PSCയുടെ സമകാലികം സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന PSC പരീക്ഷകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ നേരിട്ട് കടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം അല്ലേ? നമുക്കാദ്യം തന്നെ കായിക രംഗത്ത് നിന്ന് തുടങ്ങാം. പരീക്ഷകളിൽ സ്ഥിരമായി ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണിത്. അതുകൊണ്ട് ഓരോ ചോദ്യവും നല്ലപോലെ ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ആദ്യത്തെ ചോദ്യം. 2023 വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? ഒന്ന് ഓർത്തു നോക്കിക്കേ, ആരായിരിക്കും അത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: എ. നോവാക് ജോക്കോവിച്ച്, ബി. കാർലോസ് അൽക്കറാസ്, സി. ഡാനിൽ മെദ്വദേവ്, ഡി. യാനിക് സിന്നർ. ഇതിലാരാണ് ആ കിരീടം ചൂടിയത്? അതെ, ശരി ഉത്തരം ഓപ്ഷൻ ബി, കാർലോസ് അൽക്കാരാസ് ആണ്. ഇനി ഈ ഉത്തരത്തോടൊപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ കൂടിയുണ്ട്. ഒന്നാമതായി, ഫൈനലിൽ അദ്ദേഹം തോൽപ്പിച്ചത് സാക്ഷാൽ നോവാക് ജോക്കോവിച്ചിനെയാണ്. രണ്ടാമതായി, അൽക്കരാസ് ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു സ്പെയിൻ താരമാണ്. ഈ രണ്ട് പോയിന്റും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കേ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയ്ക്ക് മുഴുവൻ അഭിമാനമായ ഒരു നേട്ടത്തെക്കുറിച്ചാണ് ചോദ്യം. 2023 ഫിഡെ ചെസ് ലോകകപ്പിൽ 2ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരം ആരായിരുന്നു? ഓപ്ഷൻസ് നോക്കാം. എ. വിശ്വനാഥൻ ആനന്ദ്, ബി. ഡി. ഗുകേഷ്, സി. ആർ. പ്രജ്ഞാനന്ദ, ഡി. വിദിത് ഗുജറാത്തി. എല്ലാവരും ഇന്ത്യൻ ചെസ്സിലെ പ്രമുഖർ തന്നെ. ആരായിരിക്കുമത്? അതെ, ഉത്തരം ഓപ്ഷൻ സി, നമ്മുടെ പ്രജ്ഞാനന്ദയാണ്. ലോകവേദിയിൽ ഇന്ത്യയുടെ യശസ്സുയർത്തിയ പ്രകടനം. ഇവിടെയും രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ഓർക്കണം. ഫൈനലിൽ പ്രജ്ഞാനന്ദ പരാജയപ്പെട്ടത് ലോക 1-ാം നമ്പർ താരമായ നോർവേയുടെ മാഗ്നസ് കാൾസനോടാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, ചെസ് ലോകകപ്പ് ഫൈനലിലെത്തുന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് കൂടി പ്രജ്ഞാനന്ദ സ്വന്തമാക്കി. ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. ശരി, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. പുരസ്കാരങ്ങളും നിയമനങ്ങളും. PSC പരീക്ഷകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമാണിത്. ഇതൊരു ചരിത്രപരമായ ചോദ്യമാണ്. ആദ്യ വനിത എന്ന വാക്ക് ചോദ്യത്തിൽ കണ്ടാൽ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ ആരാണ് റെയിൽവേ ബോർഡിന്റെ തലപ്പത്തെത്തുന്ന ആദ്യ വനിത? ഓപ്ഷൻസ് നോക്കാം. എ. ജയവർമ്മ സിൻഹ, ബി. നിർമ്മല സീതാരാമൻ, സി. സോമ മൊണ്ടൽ, ഡി. സ്മൃതി ഇറാനി. ഏതാണ് ശരിയുത്തരം? ശരിയുത്തരം ഓപ്ഷൻ എ, ജയവർമ്മ സിൻഹ. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം തന്നെയാണിത്. എന്തുകൊണ്ടാണ് ഈ നിയമനം ഇത്രയും പ്രധാനപ്പെട്ടതാകുന്നത്? കാരണം റെയിൽവേ ബോർഡിന്റെ 166 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിത ഈ പദവിയിലേക്കെത്തുന്നത്. ആ വർഷം ഓർത്തുവയ്ക്കണം, 166 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി. ഓക്കെ, ഇനി നമുക്ക് പുതിയ PSC പരീക്ഷാ രീതിയിലുള്ള ഒരു ചോദ്യം നോക്കാം. അതായത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം. ഇവിടെ ഓരോ പ്രസ്താവനയും ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. 3 പ്രസ്താവനകൾ ശ്രദ്ധിച്ചു വായിക്കുക. ഒന്നാമത്തത്, FTIIയുടെ പുതിയ ചെയർമാനായി ആർ മാധവനെ നിയമിച്ചു. രണ്ടാമത്തത്, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഡയറക്ടർ ജനറൽ മനീഷ് ദേശായിയാണ്. മൂന്നാമത്തത്, ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ പുതിയ ചെയർമാൻ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവയാണ്. ഈ 3 ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻസ് നോക്കാം. എ 1 മാത്രം ശരി, ബി 1 2 ശരി, സി 1 3 ശരി, പിന്നെ ഡി എല്ലാം ശരിയാണ്. ഏതായിരിക്കും കറക്റ്റ് കോമ്പിനേഷൻ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അതായത് ഈ തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഈ 3 നിയമനങ്ങളും ഒരുമിച്ച് പഠിച്ചു വയ്ക്കുക. FTII ചെയർമാൻ ആർ മാധവൻ, PIB ഡയറക്ടർ ജനറൽ മനീഷ് ദേശായി, പിന്നെ NGT ചെയർമാൻ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ. ശരി, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കാം. ഒരു ക്വിക്ക് റിവിഷൻ റെഡിയല്ലേ? 2023 വിംബിൾഡൺ കാർലോസ് അൽക്കാറാസ്, 2023 ചെസ് ലോകകപ്പ് റണ്ണറപ്പ് ആർ പ്രജ്ഞാനന്ദ, റെയിൽവേ ബോർഡ് ആദ്യ വനിതാ ചെയർപേഴ്സൺ ജയവർമ്മ സിൻഹ. പ്രധാനപ്പെട്ട നിയമനങ്ങളെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകളോ അതെല്ലാം ശരിയായിരുന്നു. വളരെ നന്നായി. ഇന്നത്തെ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെന്ന് കരുതുന്നു. ഇതുപോലെ ചിട്ടയായി പഠിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കാര്യം കൂടി. ഇതുപോലുള്ള കൂടുതൽ ക്ലാസുകൾക്കും ചിട്ടയായ പരിശീലനത്തിലൂടെ സർക്കാർ ജോലിയെന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനും ആശീർവാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചേഴ്സിൽ അഡ്മിഷൻ ഉറപ്പുവരുത്താവുന്നതാണ്. അഡ്മിഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ വിളിക്കൂ. 8547577007. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ.